മസാലയൊക്കെ ഇട്ട സാധനം അടിച്ചു കുടിക്കുന്നത് എങ്ങനെയുണ്ട്? എന്തിനു മസാലയാ? ചിക്കൻ മസാലയോ? നമ്മൾ ഇന്നലെ താമസിച്ചിരുന്ന റൂം അവിടെ ആയിരുന്നു കേട്ടോ. ആ വീട്ടിലാണ് റൂമും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു. ഈ നമ്മളുടെ അപ്പുറത്താണ്, കുറച്ച് അപ്പുറത്താണ് ബസ് സ്റ്റാൻഡ്. എന്തുകൊണ്ടാ എല്ലായിടത്തും ഓക്കെ. പജീഷണം താണ്ടേ രാവിലെ റെഡി ആയിട്ടിരിക്കുന്നു. ഇത് അംബിക ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. എൻ്റെ അമ്മയാണ് അംബിക ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞെടുക്കാൻ ഏകദേശം 400 രൂപയായി. ഞങ്ങൾക്ക് 2 രൂപ കൂടെ ഒരു ദിവസത്തേക്ക്. നോർമലാണ്, AC റൂമൊന്നുമല്ല. AC റൂമിന് ഇവിടെ 600-700 രൂപ കിട്ടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ബട്ട് നമ്മൾക്ക് ഇന്നലെ കൂടുതൽ നോക്കാൻ വേണ്ടി പോയില്ല. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മുരുടേശ്വരയാണ്. കൊല്ലം പസങ്ങളാണ് KSRTC സത്യം. വീട്ടിൽ പോകാൻ വയ്യ. എൻ്റെ രാജ, എൻ്റെ പുതിയ തങ്കച്ചി ആട്. ഒരു ബദാം മിൽക്കിന്റെ 25 രൂപ ബോട്ടിൽ അടിച്ചെടുത്തതാണ്. ഭയങ്കര ലാഭകരമായ കച്ചവടമാണ്. MRP 25 രൂപ, അവർ തരുന്നത് 27 രൂപ. മാക്സിമം റീറ്റെയിൽ വാല്യൂ എടുത്ത് 25 രൂപ, പക്ഷെ അവർ നമ്മളിൽ നിന്ന് മേടിച്ച് 27 രൂപ. കൊള്ളാം. ഇനി ഫ്രിഡ്ജ് വെച്ചേക്കുന്നതിൻ്റെ ചാർജ് ആണെന്നൊന്നും അറിയത്തില്ല. നമ്മൾ എന്തുവാ മുരുടേശ്വർ പോകാൻ വേണ്ടിയിട്ട് ബൈന്ദൂറിനൊരു ബസ്സിൽ കയറിയിട്ടുണ്ട്. 116 രൂപയാണ് 2 രൂപയുടെ ടിക്കറ്റ് ചാർജ്. ആ ബസ് കയറി അങ്ങോട്ട് ഇരുന്നപ്പോഴത്തേക്ക് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് അവിടെ 20 മിനിറ്റ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ബാഗെല്ലാം ഫ്രണ്ടിൽ വെച്ച് ഞങ്ങൾ ഫ്രണ്ടിൽ കയറിയിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്ന് ഇത് കുടിക്കാമെന്ന് പറഞ്ഞ് വെളിയോട്ട് ഇറങ്ങിയതാണ്. ആവശ്യം അങ്ങനെ നമ്മൾ മുരുടേശ്വരത്ത് എത്തി കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് എത്തിയപ്പോഴേ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്, അമ്പലത്തിൻ്റെ. നമ്മൾ മുരുടേശ്വര അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് പോയി അകത്തുള്ള കാഴ്ചകളും അമ്പലത്തിൽ തൊഴിലിട്ടും വരാം. വരുന്ന വഴിക്ക് ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ലഗേജ് റൂമുണ്ട്. ലഗേജ് റൂമിലോട്ട് നമ്മൾ ബാഗൊക്കെ വെച്ചിട്ട് ഒന്നുകൂടെ അകത്തോട്ട് പോകും. നമ്മൾ അകത്ത് കയറി ചെന്ന് ചോദിച്ചപ്പോഴേ അറിഞ്ഞാണ്ട് വെളിയിൽ ലഗേജ് റൂമെന്ന്. ഞാൻ അവിടെ കൊണ്ടുവന്ന് ബാഗ് വെച്ച് ഒരു ബാഗിന് 20 രൂപ വെച്ച് 2 ബാഗിന് 40 രൂപ മേടിച്ചു. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഗോപുരം. അകത്തോട്ടാണ് വഴി. അവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുമോ അറിയത്തില്ല, നോക്കാൻ തരും. ഇതാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ലേശണ്ണ മണ്ടേ പോയി നമുക്ക് കാണാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടല്ലോ ഇവിടെ മണ്ടയിൽ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ ഒരാൾക്ക് 20 രൂപ വെച്ച് 2 പേർക്ക് 40 രൂപ ടിക്കറ്റ് എടുത്ത്. ഇവിടെ കുറച്ച് ഫോറിനേഴ്സും ഉണ്ട്. ഇപ്പോൾ മേളിൽ പോയി കാണാം. ലിഫ്റ്റ് കയറി മേളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലേ, ഈ ഒരു വീട് പണിഞ്ഞ് വെച്ചേക്കുന്ന കാണാൻ അകത്ത് കേട്ടോ. ഇവിടെ നിന്ന് വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശിവനെ കാണാൻ പറ്റും, ശിവൻ്റെ രൂപം കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം, സൈഡ് വ്യൂ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ജനലിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കടലാണ്. നല്ല രീതിയിൽ കടൽ കാണാം. ഞാൻ കടൽ കാണിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ നമുക്ക് നേരെ മേലോട്ട് പോവാം. മേളിൽ പോയി എന്തോന്ന് നോക്കാം. മേലോട്ട് പോവാം. എന്തോ പറ്റി? കൊത്തുപണിയോ? ആ, വെളിയിൽ നിന്ന് കാണുന്ന എനിക്ക് ഒരു ബന്ധമില്ലല്ലേ അകത്ത്. ഇവിടെ ഫുൾ ടൂറിസത്തിനെയാണ് അവർ മെയിൻ ഫോക്കസ് ചെയ്തേക്കുന്നത്. വേണ്ടേ, ഞാൻ മേലോട്ട് പോയി നോക്കാം. ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഈ സെയിം സംഭവം തന്നെ നമുക്ക് കാണാമെന്നുള്ളതാണ്, അല്ലാതെ ഇവിടെയും പ്രത്യേകിച്ച് ഒന്നുമില്ല. അനുസരിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 നില 21 നില ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്ത് 18 വരെ പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 നില കൊണ്ട് മേലോട്ടുണ്ട്, 3-4 നിലയോട്ട്. അപ്പോൾ അവിടെ നമ്മൾ വിസിറ്റേഴ്സിന് എൻട്രി ഇല്ല. അവിടെ ചെന്നിട്ട് വലുതായിട്ട് കാണാനൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. എന്നാലും ഒരു മേളിൽ നിന്നുള്ളൊരു വ്യൂ കാണാം, അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം.
അത് നമ്മൾ സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്തി കേട്ടോ. അവിടെയാണ് അമ്പലം. അതിൻ്റെ ബാക്ക് ഭാഗത്ത് മറ്റേ എൻട്രി കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രഥം കാണാൻ പറ്റും കേട്ടോ. ഇത് ഒറിജിനലാണ് രഥം. അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റാച്ചു അടുത്ത് പണിഞ്ഞിട്ടുണ്ട്. എല്ലാം മാൻമെയ്ഡ് സ്റ്റാച്യൂസും കാര്യങ്ങളും ഉണ്ട് ഇഷ്ടംപോലെ കാണാൻ വേണ്ടിയിട്ട്. ഒരു ടൂറിസ്റ്റ് പോലെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നത്. പിന്നെ ശിവൻ്റെയും പ്രതിഷ്ഠയും പൂജകളും കാര്യങ്ങളും ഉണ്ട്. അതാണ് മെയിൻ. അപ്പം നല്ല രസമുണ്ട് കാണാൻ സ്ഥലങ്ങളും. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. കാഴ്ചകളൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ചും അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മലനിരകളും കാണാം. നല്ല രസമാണ്. ഐശ്വര്യ കുൽഫി കുടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ കുടിച്ചു കഴിഞ്ഞു. സൂപ്പർ ഫാസ്റ്റാണ്. ഒറ്റ അടിച്ചോളൂ. കുൽഫി കിട്ടേണ്ടതെന്ന് എൻ്റെ താമസം. അപ്പോഴേ തീർത്തിയേ. നമ്മൾ അത് ഞാൻ കാണിച്ചു തരാമേ. വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മെയിനായിട്ടും വൈകിട്ടത്തേക്ക് എത്താൻ നോക്കണം കേട്ടോ. വൈകിട്ട് എന്ന് വെച്ചാൽ ഒരു 4 മണി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നല്ല വെയിലൊക്കെ ഒന്ന് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ്. നല്ല രീതിയിൽ വെയിൽ കൊണ്ടുകൊണ്ടിരിക്കേണ്ടെന്ന് വരും. നമുക്കിതിൻ്റെ സൈഡിൽ തന്നെ ഇഷ്ടംപോലെ കൊച്ചു കൊച്ചു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ സ്ട്രീറ്റുകളൊക്കെ ഉണ്ട്. അവിടോ അജീഷെണ്ണം കണ്ടുപിടിച്ച കടയാണ്. നല്ല വൃത്തിയുള്ള നല്ല രീതി അടുക്കി വെച്ചേക്കുന്നുണ്ട്. പൈസ നല്ല വൃത്തിയുണ്ടെന്നല്ലേ. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് 2 സോഡ നാരങ്ങ വെള്ളം കുടിക്കാൻ. ആ നമുക്ക് 2:10 മലയാളത്തിൽ ചോദിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ 2 കിലോമീറ്റേഴ്സ് ഉള്ള റെയിൽവേ സ്റ്റേഷൻ. അപ്പം നമുക്ക് ഇവിടുന്ന് ഇത് കുടിച്ചിട്ട് ഇറങ്ങാം. മസാലയൊക്കെ ഇട്ട സാധനം മേടിച്ച് കുടിക്കുന്നത് എങ്ങനെയുണ്ട്? എന്തിനു മസാലയാ? ചിക്കൻ മസാലയോ? എന്തോ മസാല. ആ മസാല വന്നു. അത് പാനിപൂരി മസാലയോ? എന്തിനു മസാല? ജൽസീറോ മസാല. എങ്ങനെ മസാല? വെളിയോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ മാർക്കറ്റ് കാണാൻ പറ്റും കേട്ടോ. കരിമ്പ് ജ്യൂസ്, പച്ചക്കറി, ഫ്രൂട്ട്സ് ഐറ്റങ്ങളെല്ലാം കിട്ടുന്നത്. ഇപ്പം നമ്മൾ വണ്ടിക്കകത്തൊക്കെ വരുന്നവർക്ക് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വെച്ചിട്ട് കഴിച്ചുകൊണ്ട് പോകാൻ പറ്റും. ട്രെയിനിൽ വരുന്നവർക്കും പറ്റും. അങ്ങനെയല്ല, പക്ഷേ നമ്മളവിടുത്തെ റേറ്റ് തന്നെ കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്കൊരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് ഇവിടുന്ന് പോവാം. നമ്മൾ പോകേണ്ടുന്ന ട്രെയിൻ വന്നിട്ടുണ്ട്. 2:10 ട്രെയിൻ എടുക്കത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് 2:10 ഞാൻ ട്രെയിൻ എടുക്കും. കാരണം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരിച്ച് നമുക്ക് മംഗളൂരാണ് പോകേണ്ടുന്നത്. അവിടുന്ന് ഇനി കണ്ണൂരോട്ട് പോകണം. അജീഷണന് കൊല്ലത്തോട്ടും പോകണം. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. അജീഷ് അണ്ണൻ വെളിയിൽ നിന്ന് നമുക്കായി എന്തോ സാധനം മേടിച്ചുകൊണ്ട് വന്ന്. ഇതാണ് പേരെന്തുവാ? വടൈ. ഇതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. മുളകുണ്ട്, ബന്നുണ്ട്, പിന്നെ വടബന്നിയോ? മസാലയുണ്ട്. ആ, അതെങ്ങനെയുണ്ട്? അങ്ങനെ 2:10 നമ്മൾ ട്രെയിൻ ഇപ്പോൾ എടുക്കുക കേട്ടോ. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ മാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സെൻട്രൽ ജംഗ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ ആരടുത്ത് ചോദിച്ചിട്ട് അവരെന്താണ്ടൊക്കെയോ പറഞ്ഞു തരുന്നത്. നമ്മുടെ അടുത്ത ബസ് സ്റ്റോപ്പിലോട്ട് പോകാനുള്ള ഇത് ചോദിച്ചപ്പം ജംഗ്ഷനിൽ ഇറങ്ങി നമ്മൾ ജംഗ്ഷനിലോട്ടുള്ള ടിക്കറ്റ് എടുത്തത്. അവിടെ ഇറങ്ങുന്നതാണ് നല്ല, ഇവിടെ ഇറങ്ങുന്നതാണ് നല്ല എന്ന് ചോദിച്ചപ്പം എന്താണ്ടൊക്കെയോ പറയുന്നത്. അവസാനം നമ്മളെന്തോ ചെയ്ത് ഇവിടെ അങ്ങ് ഇറങ്ങി സെൻട്രലിൽ അങ്ങ് ഇറങ്ങി. അയ്യോ, ഓക്കെ. ഇനി അങ്ങോട്ട് ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാം. ബാംഗ്ലൂരുവിൽ വെച്ച് നമ്മൾ നമ്മുടെ ലെജൻഡ് ഹോളിഡേയ്സ് ഉണ്ട് കേട്ടോ. ഇത് ടൂറിസ്റ്റ് ബസ് പ്രാന്തന്മാർക്ക് അറിയാം. വണ്ടി കർണാടക രജിസ്ട്രേഷൻ ആണെങ്കിലും വണ്ടി നമ്മുടെ കേരളക്കാരുടെയാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ.
യാത്രയിൽ പിന്നെയും ടിസ്റ്റ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ചായ കുടിക്കുന്നത്. നമുക്ക് ഒരു ട്രിവാൻഡ്രത്തിലോട്ടുള്ളൊരു ട്രെയിൻ കണ്ടു, മാംഗ്ലൂർ എന്നുള്ള. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ കയറി ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്ഗ്രേഡ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞു. കാരണം ഇത് നിന്ന് പോകാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്ക് ജനറലിൽ. ഇപ്പം S9 നിൽക്കാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളിവിടെ നിൽക്കുകയാണ്. നമുക്കതിനകത്തോട്ട് കയറിയിട്ട് പുള്ളി വന്ന് അപ്ഗ്രേഡ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. കണ്ണൂർ വരെ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ കണ്ണൂർ ഇറങ്ങി അജീഷൻ എന്നിട്ട് വേറെ അവിടെ നിന്ന് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും കണ്ണൂരെത്തി. ഇവിടെ നിന്ന് അജീഷണന് ഇങ്ങോട്ടാ കൊല്ലത്ത് പോകാൻ വേണ്ടിയിട്ട്, അല്ല എറണാകുളത്ത് ഇറങ്ങണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അജീഷണൻ ഇനി കുറച്ചാൾ എറണാകുളത്തല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി അജീഷനെ നമുക്ക് അവിടുത്തെ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നോക്കണം. അപ്പം അത് നോക്കിയിട്ട് ഒരു സബ് ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴാണ് അറിയുന്നത് കേട്ടോ. കണ്ണൂര് കൊള്ളാം. കണ്ണൂര് ഗാന്ധിജി ഇങ്ങനെ അപ്പം സബ് ഉള്ള കാര്യം എപ്പോഴാണ് അറിയുന്നത്. പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാ വെള്ളമോ? ഇവിടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചെന്തെന്ന് വെച്ചാൽ ഇവിടെ പൊന്നിയരി വെച്ചാണ് ചോറ്. ഊണിന് 100 രൂപയായി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് സെപ്റ്റംബർ 1-ാം തീയതി മുതൽ കുറുവാ ചോറില്ലെന്ന്. ഇല്ല. കുറുവാച്ചോറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതില്ലയോ, നമ്മുടെ അരിയില്ലേ സാധാരണ വീട്ടിലുള്ള അതിന്റെ പകുതിയാണ് ഒരരിയുടെ ആ അളവായിരിക്കും, ഉണ്ടയായിട്ടിരിക്കും. ചൗരി ഏറ്റവും കൂടുതൽ ഫേമസ് കുറുവാച്ചോറ് തൃശ്ശൂർക്കാർക്കാണ്. അതില്ലെന്ന് പറഞ്ഞു. തൃശ്ശൂർ വന്നൊരു പലകം നമ്മൾ കഴിച്ചിട്ടുണ്ട് കുറുവാച്ചോറ്. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല ആംബിയൻസ് ഇവിടെ, നല്ല രസമുണ്ട്. മുത്തപ്പൻ്റെ ഫോട്ടോയൊക്കെയും പിന്നെ ഏതോ സായിബാബയുടെ ഒക്കെ ഫോട്ടോ ഉണ്ട്. സായിബാബയാന്ന് തോന്നുന്നു, അറിയത്തില്ല. ഓരവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസും ഉണ്ട്. ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് വെളിയിലത്തെ ഷോട്ടൊന്ന് കാണിച്ചു തരാം. കടയുടെ അല്ല ഷോപ്പിൻ്റെ. ഇതാണ് നമ്മൾ പറഞ്ഞ ഹോട്ടൽ. കണ്ണൂരുകാർക്ക് സുപരിചിതമായിരിക്കും. ഇനി നമുക്ക് അജീഷനെ കൊണ്ടാക്കാൻ വേണ്ടി കോട്ടയ്ക്കകത്ത് പോകാം. അജീഷന് പോകാനുള്ള വണ്ടി ഇതോ അവിടെ വന്ന് കിടപ്പുണ്ട്. സെർവോ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. അതിൻ്റെ സെർവോ സോണിക് ആ കിടക്കുന്ന ബസ്സാണ് അജീഷന് പോകാനുള്ളത്. അതിന് മുന്നേ ഇവിടെ നിന്ന് 2 കണ്ണൂർ കോക്ടെയിൽ മേടിച്ച് കുടിക്കുന്നു. കണ്ണൂർ എത്തിയിട്ട് അജീഷനെ കണ്ണൂർ കോക്ടെയിൽ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാമെന്ന് വിചാരിച്ചു. പിടിച്ചിട്ട് അഭിപ്രായം പറയും. കൊള്ളാം. വണ്ടി താണ്ടേ ടാറ്റയുടെ വണ്ടിയാണ്. പക്ഷെ ഇതൊരു ഡ്യൂലക്സ് വണ്ടിയായിട്ട് കണ്ടാൽ തോന്നിയില്ലെങ്കിൽ പക്ഷേ വണ്ടിയുടെ ഫീച്ചേഴ്സ് എല്ലാം അങ്ങനെ ഉള്ളതാണ് കേട്ടോ. സാധാരണ നമ്മൾ ചോദിക്കുന്നുണ്ട് ആ ടൈപ്പ് വണ്ടിയാന്ന് പറഞ്ഞിരുന്നയാ. ബട്ട് വണ്ടി ഇതാണ്. പക്ഷേ കൊള്ളാം. AC ആണ്, ഫുൾ AC, സീറ്റും കാര്യങ്ങളെല്ലാം കൊള്ളാം. ഓക്കെ, പക്കയാണ്. പക്ഷേ കയറുന്നില്ല. അപ്പോൾ കയറാറായോ? അജീഷനെ അങ്ങോട്ടാക്കിയിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോകണം. നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മുടെ ഹോട്ടലിലോട്ട്. അജീഷനെ കൊണ്ടാക്കി. എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ നമ്മൾ പെട്ടിരിക്കുന്നത്. കാരണം ഞാൻ കാണിച്ച റൂമിലാണ് നിൽക്കുന്നത്. വല്ലാത്ത റൂം, വലിയ രസമൊന്നുമില്ല ഇവിടെ. നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കൊതുകടി ശല്യം സഹിക്കാൻ വയ്യാതെ ഈ കിടക്കുന്നുണ്ട്. അതെല്ലാം ഫുള്ള് കൊതുകളാണ്. കൊതുകടി ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ അവസാനം അവരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് അവർ കൊണ്ടുവന്ന മോർട്ടിൻ അത് ഇട്ടിട്ട് ഒരു പ്രയോജനമില്ല. കൊതുകളടന്നിങ്ങനെ പറന്ന് ഊപ്പാട് വരും. അങ്ങനെ അജീഷനെ പറഞ്ഞു വിട്ടിട്ട് അടുത്ത ദിവസം രാവിലെ എണീറ്റ് അപ്പോൾ ഷോർട്ട് ഫിലിമിന് ഷൂട്ട് ചെയ്യേണ്ട ആൾക്കാരെല്ലാം വന്നായിരുന്നു. അവരോട് ഫുഡ് കഴിക്കാൻ രാവിലെ ഞങ്ങൾ 3 പേരോടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോകുന്നതിനുമേ ആ ഷോപ്പിലെ എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് കാണിച്ചാൽ. പിന്നെ നമ്മുടെ ചൈതന്യ ഹോസ്പിറ്റൽ, കണ്ണൂരുള്ള ചൈതന്യ ഹോസ്പിറ്റലിൽ വന്നാണ് നമ്മളൊരു ഷോട്ട് എടുത്തായിരുന്നു. അതിനുശേഷം നേരെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് അതിൻ്റെ മേളിലാണ്, റൂഫിലാണ് ഷോർട്ട് ഫിലിമിൻ്റെ ബാക്കി ഷൂട്ടുകൾ നടക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പം കാണുന്നത്. ഇത് കഴിഞ്ഞ് ഇവിടെ ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു. ഒരു രാത്രി 8:30 നമുക്ക് ട്രെയിനുണ്ട്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഞാനൊരു റെയിൽവേ സ്റ്റേഷന് അടുത്തുനിന്ന് ഫുഡ് മേടിച്ച് ട്രെയിനിൽ കയറാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്.
അങ്ങനെ ട്രെയിൻ കയറി നാട്ടിലെത്തി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.